കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായത്തിലാണ് അബ്രഹാം തൻ്റെ ദാസനെ ഇസഹാക്കിൻ്റെ റിബേക്കയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ റിബേക്കനെ കണ്ടെത്തുവാൻ, അല്ലെങ്കിൽ ഭാര്യനെ കണ്ടെത്തുവാൻ വേണ്ടി ഒരു എഗ്രിമെൻ്റ് ഒക്കെ കൊടുത്തയക്കുന്നത് അബ്രഹാം. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായത്തിലാണ് അതിൻ്റെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ച ആ വചനം എന്ന് പറയുന്നത് നമുക്ക് യേശുവിനെ നമുക്ക് വേണം. അത് നമ്മൾ ഡീപ്പായിട്ട് വിളിച്ചു വരുത്തി, നമ്മൾ യേശുവിനെ വിളിച്ചു വരുത്തി നമ്മുടെ ലൈഫിലോട്ട്. അതേപോലെ തന്നെ നമ്മളൊരു കാര്യം കണ്ടായിരുന്നു, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം, പരിശുദ്ധാത്മാവിനെ വേണം കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ. നീ അതിനെ ഇപ്പം ആ ഒരു ആശയത്തെ വീണ്ടും ഫർദറായിട്ട് കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ, കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് ആ ആശയത്തെ പിന്നെയും ഫർദറായിട്ട് ഇലാബറേറ്റ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ ഒരു വാക്യം വായിച്ചത്. ഈ വാക്യം വായിക്കാൻ പോകുന്നുള്ളൂ. ഐ ആം അബൌട്ട് ടു റീഡ്. ഉൽപ്പത്തി പുസ്തകം 24 1 മുതൽ 4 വരെയുള്ള വാക്യം. അബ്രഹാം വയസ്സ് ചെന്ന് വൃദ്ധനായി. യഹോവ അബ്രഹാമിനെ സകലത്തിൽ അനുഗ്രഹിച്ചിരുന്നു. തൻ്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെയും വിചാരകനുമായ ദാസനോട് അബ്രഹാം പറഞ്ഞത്, നിന്റെ കൈ എൻ്റെ തുടയിൽ കീഴിൽ വെക്കുക. ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകന് ഭാര്യ എടുക്കാതെ എൻ്റെ ദേശത്തും എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകനായ ഇസഹാക്കിന് ഭാര്യയെ എടുക്കുമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യും. ഇത് അബ്രഹാമിന്റെ ദാസനായ എലിയാസർ ആണെന്ന് നമുക്ക് വിചാരിക്കാം. എലിയാസറിനോട് പറയുന്ന ആ കാര്യമാണിത്. അബ്രഹാമിന്റെ ദാസനാണ്, അബ്രഹാമിന്റെ മാനേജറാണ് വേണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ അബ്രഹാമിനെ ഹെൽപ്പ് ചെയ്യുന്ന അബ്രഹാമിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള മാനേജറാണ്. ഇനി യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തില് അതിന്റെ 16 വാക്യം, യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പോ പഴയ നിയമത്തില് അബ്രഹാമും എലിയാസറുമായ സംഭവം അബ്രഹാമിന്റെ കാര്യസ്ഥനായിരുന്നു, ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. പുതിയ നിയമത്തിലും പരിശുദ്ധാത്മാവിനെ യേശു ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന അതിൻ്റെ ഒരു ഫങ്ഷനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഫങ്ഷൻ. അപ്പോ നമ്മൾ
യേശുവിനെ നമ്മൾ വിളിച്ചു വരുത്തുന്നു. യേശുവിനെ നമ്മൾ വിളിച്ചു വരുത്തി യേശുവിൽ നിന്ന് നമ്മൾ കേൾക്കുന്നു. യേശു നമ്മളെ പല കാര്യം പഠിപ്പിക്കുന്നു. പഠിപ്പിച്ച് ചില ഇതാകുമ്പോഴത്തേക്കും ചില അത്യാവശ്യം നമുക്ക് നമ്മുടെ പഠനമൊക്കെ ഓക്കെ ആകുമ്പോഴത്തേക്കും ദൈവം എന്ത് ചെയ്യും? ദൈവം നമ്മളോട് ഓരോ കമാൻഡ് അല്ലെങ്കിൽ ഓരോ കാര്യം ചെയ്യാൻ പറയും. അപ്പൊ ആ ചെയ്യാൻ പറയുന്ന കാര്യം ദൈവം നമ്മളോട് ഇൻസ്ട്രക്ഷനായിട്ടാ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ, ടീച്ചിങ്, ഗൈഡൻസ് ഒക്കെ ആയിട്ടാണ് തരണം. നമ്മൾ ആ ശലോമോന്റെ ആ ഒരു സിസ്റ്റം ഒക്കെ പഠിച്ചില്ലേ? ഇനി ദൈവം ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചെയ്യലായില്ല, പറഞ്ഞു. എന്നിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സോളിൽ നിന്നാണ് ആ ചെയ്യാൻ പറഞ്ഞ കാര്യം ദൈവമേ അത് ചെയ്യണമേ, ചെയ്യിപ്പിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് ഫർദറായിട്ട് അങ്ങോട്ട് തന്നെ അപേക്ഷിക്കുന്നു. പറഞ്ഞ ദൈവം അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വീണ്ടും അപേക്ഷിക്കേണ്ടതുണ്ട്. അപ്പോ ഈ ഹോളി സ്പിരിറ്റിന്റെ ഒരു ഫംഗ്ഷനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക, കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നത് അബ്രഹാമിന് തൻ്റെ ദേശത്ത് നിന്നും തൻ്റെ പിതൃഭവനത്തിൽ നിന്നും മകന് ഭാര്യ എടുക്കണമെന്ന് തോന്നിപ്പിച്ചത് പരിശുദ്ധാത്മാവ് തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നടപ്പാക്കാൻ വേണ്ടി അബ്രഹാമിന്റെ കാര്യസ്ഥനെയാണ് അസൈൻ ചെയ്തത്. എന്നിട്ട് ഈ കാര്യസ്ഥൻ 10,000 കിലോമീറ്റർ മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് അത്ഭുതകരമായി ദൈവത്തിൻ്റെതായ ആ പദ്ധതി നിറവേറി അല്ലെങ്കിൽ നടപ്പാക്കി കൊടുത്തു. അതിന് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. ഇസഹാക്ക് ആ കാര്യങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവസാനം ദൈവം എന്തുദ്ദേശിച്ചോ, അബ്രഹാം എന്തുദ്ദേശിച്ചോ ആ ഒരു കാര്യം തന്നെ യഥാർത്ഥ ആളെ തന്നെ കിട്ടി. സോ ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, when God says something, God give us certain task, we must also follow the same principle. We need to assign Holy Spirit. We need to ask Holy Spirit to make it happen. അത് ശരിക്കും അതായത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആയിരിക്കണം ആ ഒരു പറച്ചിൽ, ആ ഒരു ട്രാൻസാക്ഷൻ. ദൈവം ഹൃദയം മാത്രമേ നോക്കുള്ളൂ, നമ്മുടെ വായൊന്നും അല്ല നോക്കണേ. നമ്മുടെ ഹൃദയത്തിൽ അറിയാം അത് എത്ര ആവശ്യബോധത്തോടെയാണ് നമ്മൾ ആ ഒരു കാര്യം ചോദിക്കുന്നത് എന്ന് ദൈവത്തിന് ഹൃദയം നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ദിസ് ഈസ് സംതിങ് ഗോഡ് വാണ്ട് ടു പ്രാക്ടീസ് in our life. For each and every task, don't try to do all of a sudden. Rather, pray and get help from Holy Spirit. Because യേശു പരിശുദ്ധാത്മാവിനെ തന്നത് നമ്മളെ സഹായിക്കാനാണ്. ഈ സഹായത്തിൻ്റെ കാര്യം ഒന്ന് സൂക്ഷിച്ചു നോക്കണേ. യേശു പറയുന്നത് ഇങ്ങനെ, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിൻ്റെ
ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. I will ask the Father, he will give you another helper, that he may be with you forever. അപ്പോൾ യേശു ഇവിടെ പറയുന്നത് ഹെൽപ്പറായിട്ടാണ്, നമ്മളോട് കൂടെ ഇരിക്കുന്ന ഹെൽപ്പർ. ഇത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫങ്ഷൻ ആകുന്ന ഹെൽപ്പർ, ഹെൽപ്പിംഗ് എന്നുള്ള സിസ്റ്റം, ഇറ്റ് ഈസ് എ ഹെൽപ്പർ. ഒരു കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ആവശ്യത്തിൽ ഡോണ്ട് ഇമാജിൻ ഓട്ടോമാറ്റിക്കലി കാര്യം നടക്കും. ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഫങ്ഷൻ ബോസ് ആയിട്ടല്ല. അവിടെയാണ് എന്നത്തെ പ്രശ്നം. ഹി ഈസ് എ ഹെൽപ്പർ ഫോർ അസ്. ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അസൈൻ ചെയ്യണ്ടേ? അബ്രഹാം അവൻ തൻ്റെ കാര്യസ്ഥനെ അസൈൻ ചെയ്ത് വിട്ടില്ലേ കറക്റ്റായിട്ട്? അതേപോലെ തന്നെ നമ്മളും നമ്മുടെ ആവശ്യം എന്താണ് എന്ന് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കി അസൈൻ ചെയ്ത് വിടണ്ടേ? എന്നാലല്ലേ ഹെൽപ്പർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആശയങ്ങൾക്ക് വ്യക്തത വേണ്ടേ? നമ്മുടെ ആവശ്യം എന്താണ്? ഇതൊരു ഇംപ്ലിമെന്റേഷൻ പാർട്ടിലെ മാത്രം കാര്യമാണ്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ സിസ്റ്റത്തിന് പല സെക്ഷനുണ്ട്. നമുക്കൊരു ആശയം വെളിപ്പെടുത്തുന്നതും പരിശുദ്ധാത്മാവാണ്, യേശുവാണ്. പറയുന്നതും പരിശുദ്ധാത്മാവാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ സോളിൽ നിന്ന് അത് ചെയ്യണം, അത് നടക്കണം, അതിനെനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഹെൽപ്പ് വേണം എന്ന് നമ്മൾ നമ്മുടെ സോളിൽ നിന്ന് പരിശുദ്ധാത്മാവിനോട് കമാൻഡ് ചെയ്യുമ്പോൾ ഒരു സ്പിരിച്വൽ ട്രാൻസാക്ഷൻ അവിടെ നടക്കും. ഒരു ഉടമ്പടി നടക്കും. ഉടമ്പടി നടത്തണം നമ്മൾ ഓരോ കാര്യവും. അതായത് ഞാൻ വീണ്ടും വ്യക്തമായി പറയുന്നു, അത് കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ദൈവം ചെയ്യുമായിരിക്കും. അത് അങ്ങനെ കിട്ടിയായിരുന്നെങ്കിൽ മതിയായിരുന്നു. അതായിരുന്നു എൻ്റെ രീതി. ദൈവം ചെയ്താൽ കൊള്ളായിരുന്നു. ദൈവം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദൈവം ചെയ്യാതെ എവിടെ പോകാനാ? ഈ പറയുന്ന പല വാക്കുകൾക്കും ഓരോരോ അർത്ഥമുണ്ട്. എൻ്റെ ക്വസ്റ്റ്യൻ, നമ്മുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹെൽപ്പറോട് അല്ലെങ്കിൽ ഒരു എംപ്ലോയിയോട് നമ്മൾ ഇങ്ങനെയാണോ പറയുക? അതോ അബ്രഹാം പറഞ്ഞ പോലെയാണോ പറയുക? ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ദീസ് തിങ്സ് വെരി കെയർഫുള്ളി. ഇതൊക്കെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇറ്റ് ഈസ് ഗോഡ്സ് ഡിസിഷൻ ദാറ്റ് വി ആർ ഗോയിങ് ടു implement, and it has a certain procedure. Without assigning Holy Spirit cannot interfere or take action in that matter. And when we
when we assign Holy Spirit, when we command Holy Spirit to do it, means it is that sort of commandment. ദൈവം ചെയ്യുവായിരിക്കും. ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ദൈവിക സിസ്റ്റത്തിൻ്റെ പ്രിൻസിപ്പിളിന് നിരക്കാത്ത സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഈ കാര്യം ചെയ്തു തരണം എന്ന് വെച്ചാൽ ഈ കാര്യം ചെയ്തു തരും, തന്നിരിക്കും. വി ആർ അസൈനിങ് ഹോളി സ്പിരിറ്റ്. സോ നമ്മുടെ ലൈഫിൽ ഇന്ന കാര്യം ചെയ്യണം, അസൈൻ ഹോളി സ്പിരിറ്റ്, പർട്ടിക്കുലർ അസൈൻ. ഈ കാര്യം ചെയ്തു തരണം, ഈ കാര്യം ചെയ്തു തരണം. അങ്ങനെ ഹോളി സ്പിരിറ്റിനെ, ദൈവത്തെയാണ്, ദൈവം ഹോളി സ്പിരിറ്റിന്റെ ദൈവമാണ്. ദൈവത്തെയാണ് അങ്ങനെ അസൈൻ ചെയ്തിരിക്കുന്നെങ്കിൽ അത് നടക്കും, അത് നടക്കും. വി അസൈൻഡ് ഇറ്റ്. അപ്പൊ വിശ്വാസത്തിന്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കണം. ഇനി അങ്ങനെ അസൈൻ ചെയ്തിട്ട് എന്തായി സ്റ്റാറ്റസ് എങ്ങനെയാണെന്നൊക്കെ അറിയണമെങ്കിൽ ആ ഐസക്ക് പോയി ധ്യാനിക്കാൻ പോയതുപോലെ ധ്യാനിച്ചാൽ മതി. ദൈവമേ, വാട്ട് ഈസ് ദ സ്റ്റാറ്റസ് നൗ? അവരെവിടം വരെ എത്തി? എന്താണ് കാര്യങ്ങൾ നടക്കുന്നത്? പരിശുദ്ധാത്മാവ് തന്നെ പറഞ്ഞുതരും. കാരണം ആത്മാവ് സകലത്തെ ആരാഞ്ഞറിയുന്ന ദൈവമാണ്. ആത്മാവിന് നമ്മുടെ ഉള്ളങ്ങളെ, ദൈവത്തിൻ്റെ പോലും ഉള്ളങ്ങളെ ആത്മാവിന് സ്കാൻ ചെയ്യാൻ പറ്റുമെന്നാണ് വചനം എഴുതിയേക്കണത്. ബൈബിളിലുള്ള കാര്യമാട്ടോ ഞാൻ പറയണേ. രണ്ടാം അധ്യായം 2:11 വാക്യം, 10-11 വാക്യം. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്ന് ഉള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ആ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഞാൻ ഇംഗ്ലീഷിലും കൂടെ വായിക്കാം. ഫോർ who among men knows the thought of a man except the spirit of the man which is in him? Even so, in the thoughts of God, no one knows except the Spirit of God. Now we have received not the spirit of the world, but the Spirit who is from God, so that we may know the things freely given to us by God. അപ്പോൾ നമുക്കുള്ള അനുഗ്രഹങ്ങള്, നമുക്കുള്ള കാര്യങ്ങള് ഒക്കെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന് അറിയാം. അപ്പോ അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ ഇന്നത് തരാം, ഇന്നത് നിനക്കുണ്ട്, ഇന്നത് നിനക്കുണ്ട്, ഇന്നത് നിനക്കുണ്ട് നമുക്ക് പരിശുദ്ധാത്മാവ് പറയും. ഇനി അത് ശേഷമാണ് ഞാൻ പറയണേ, ഇത് ശ്രദ്ധിച്ചോ, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇത് നമ്മൾ ചെയ്യാത്തതാണ് പ്രശ്നം. ദൈവം ഈ ആത്മാവ് നമ്മളെ അറിയിക്കും. അറിയിക്കണമെന്ന്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ദൈവൻ്റെ അനുഗ്രഹം, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ ടാസ്ക് എന്ന് നമ്മൾ ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളോട് വെളിപ്പെടുത്തും. വെളിപ്പെടുത്തുന്ന ഒരു ആക്ടിവിറ്റിയാണ്. നമ്മൾ ചോദിച്ചത് എന്താ? വെളിപ്പെടുത്താൻ. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും.
ഇനി വെളിപ്പെടുത്തിയ സാധനം സോനു എന്ന വ്യക്തിയുടെ സോള് നിശ്ചയിക്കണം. സോന് നിശ്ചയിക്കണം. വെളിപ്പെടുത്തിയത് ഇംപ്ലിമെന്റ് ആക്കണോ? ദൈവം വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫോർ യു. നിനക്കത് ലൈഫിൽ വേണമെങ്കിൽ സോനു അടുത്ത പ്രാർത്ഥന, അടുത്ത കമാൻഡ് കൊടുക്കണം. യെസ്, എനിക്കിത് വേണം. പരിശുദ്ധാത്മാവേ, എനിക്കിത് വേണം. ഐ ആം അസൈനിങ് യു. അപ്പൊ അതൊക്കെ നമ്മൾ അസൈനിങ് ചിലപ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ ചെയ്യണ്ടാവും. Assigning you to implement it. Let me know what are the things I need to do if something. അങ്ങനെ നമ്മൾ ഓരോ കാര്യത്തെക്കുറിച്ചും ഫർദറായിട്ട് ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ടാവും. അതും പരിശുദ്ധാത്മാവ് പറയും. അപ്പോൾ അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്താണ് കാര്യങ്ങൾ നടത്തുന്നത്. അറിയുന്ന ഒരു സിസ്റ്റം, അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പരിശുദ്ധാത്മാവിനെ അസൈൻ ചെയ്യുന്ന ഒരു സിസ്റ്റം. അപ്പം ശരിക്കും ആത്മാവിനെ അസൈൻ ചെയ്യും. എന്നിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് അറിയണമെങ്കിൽ പിന്നെയും ചോദിച്ചാൽ മതി, എന്താണ് എൻ്റെ പ്രോഗ്രസ്. ഞാനിതൊക്കെ പറയണമെന്ന്, ഇതൊക്കെ കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഇഫ് ദർ ഇസ് നോ സച്ച് കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ്, ഇതൊക്കെ ഒരു എന്താണ് പറയണേ, മനസ്സിലാവാത്തൊരു സിസ്റ്റമായി വരും. അപ്പോൾ ഈ ഒരു ആശയം പരിശുദ്ധാത്മാവിനെ അസൈൻ ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. ഇന്ന് മുതൽ നമ്മുടെ ടാസ്ക് ആണെങ്കിൽ അസൈൻ ഹോളി സ്പിരിറ്റ്. ഈസ് എ ഹെൽപ്പർ. ബിക്കോസ് ഈ ഹോളി സ്പിരിറ്റ് മറ്റുള്ള വ്യക്തികളിൽ പ്രവർത്തിച്ച് ഈ കാര്യങ്ങളിൽ ഇടപെട്ട് നമുക്കനുകൂലമായ തീരുമാനം എടുപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവോട് പ്രവർത്തിക്കണം. തടസ്സമായിരിക്കുന്ന അന്ധകാര ശക്തികളെ തകർക്കാനുള്ള ശക്തിയൊക്കെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചാണ്, അല്ലെങ്കിൽ തകർത്തോണം. അതിന് തടസ്സം ഒന്നും ഉണ്ടാവാൻ പാടില്ല. മൊത്തം ദൈവം അവിടെ പ്രവർത്തിച്ചാണ്. അപ്പം അങ്ങനെ ഉള്ള ഈ ഒരു ആശയം നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ളതാണ്. ഇനി അടുത്ത വേറൊരു ഇമ്പോർട്ടൻ്റ് ആശയം ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ദൈവം എനിക്ക് വെളിപ്പെടുത്തിയ, അത് ഭയങ്കര പവർഫുള്ളായിരുന്നു. അതെന്താന്ന് വെച്ചാൽ, ഈ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ തന്നെയാണ് ദൈവം നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ യേശു പറയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഇത് യേശു പറഞ്ഞ കാര്യമാണ്. ഇതാണ് ഫാക്റ്റ്. പക്ഷേ ഈ പ്രിൻസിപ്പിള് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച 10-ാം അധ്യായത്തിലെ പ്രിൻസിപ്പിളുമായിട്ട് ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഒരു വലിയ കാര്യം മനസ്സിലാവും. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. 10-ാം അധ്യായത്തിൽ പറയുന്നു, we need to invite him. ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇടയൻ ആയിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിപ്പിച്ചായിരുന്നു, ഈ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ യേശുവിനെ വഴിയായിട്ട്, സത്യമായിട്ട്, ജീവനായിട്ട് ആക്ട് ചെയ്യണേന്ന് എൻ്റെ സോൾ ആ ഒരു ഫങ്ഷൻ അങ്ങനെ തന്നെ
അങ്ങ് വഴിയായിട്ട് ഞാൻ അങ്ങ് ഇൻവൈറ്റ് ചെയ്യുക. അത് എൻ്റെ ജീവിതത്തിൽ നടത്തി തന്നേ പറ്റുള്ളൂ. കാരണം യേശു പിന്നെ വഴിയാവുകയാണ്. പിന്നെ നമ്മളല്ല. ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ കാര്യം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് ചോദിക്കണമല്ല. വി ആർ ബോർഡിങ് ടു ദാറ്റ് ബസ് ആൻഡ് ഡെഫിനറ്റ്ലി വഴിയായിട്ട് അത് ഐ ടുക്ക് സം ടൈം ഇൻ പ്രയർ ടു മേക്ക് ഇറ്റ് ഹാപ്പൻ ആക്ച്വലി. കാരണം ഇത് തിങ്സ് വാട്ട് അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് യേശു വഴിയാകുന്ന, യേശു ജീവനാകുന്ന, യേശു സത്യമാകുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫിൽ, നമ്മുടെ മേഖലകളിൽ ഇംപ്ലിമെന്റ് ആക്കലാണ്. ഓട്ടോമാറ്റിക്കലി ഇംപ്ലിമെന്റ് ആവില്ല കേട്ടോ. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് ചോദിച്ചാൽ, ഇന്ന കാര്യം എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ദൈവം പറഞ്ഞു തരും. വഴിയാകുന്നതിന് മുമ്പേയും പറഞ്ഞു തരും. ദാറ്റ് ഈസ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ ആക്ടിവിറ്റി. ആ കാര്യം എങ്ങനെ ചെയ്യുക. അപ്പോഴും എന്താ സംഭവിക്കണമെന്ന് അറിയാം. ഞാനത് സ്പിരിച്വൽ, എനിക്കത് പറഞ്ഞു തരാൻ അറിയില്ല. ഐ മീൻ ബട്ട് ദിസ് ഈസ് വാട്ട് ഐ എക്സ്പീരിയൻസ്. എവറി ടൈം വി ആസ്ക് അബൌട്ട് certain thing, God will definitely say, or God will definitely tell, this is the thing that we need to do, and definitely we can do it. We can follow it with the help of Holy Spirit, with the help of His power. പക്ഷേ when I ask God, be my way, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അത് പെട്ടെന്ന് ദൈവം തന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. ഐ മീൻ ഇറ്റ് ടുക്ക് സം ടൈം ഇൻ പ്രയർ ആൻഡ് പെറ്റീഷൻ ടു get a confirmation from God that yes, He approved my request. അത് നിങ്ങളൊന്ന് നിങ്ങളുടെ സോളിൽ നിന്ന്, അതായത് യേശു വഴിയാണെങ്കിൽ പിന്നെ it is God who decide. But whenever we ask certain opinion or certain steps for certain activity, that means നമ്മൾ അപ്പോഴും നമ്മളെ നിയന്ത്രിക്കുന്നത്. പക്ഷെ ആ ഒരു കാര്യത്തിന് നമുക്ക് ദൈവത്തിന് ഹെൽപ്പ് വേണം. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നു എന്നുള്ളൂ. But when we ourselves totally surrender and when we ourselves really ask God, God, you be my way. You take me. You decide. ആ ഒരു സാധനം നമ്മൾ പ്രാപിക്കാതെ അത് നമ്മൾ വെറുതെ കിട്ടൂല. ഡീഫാൾട്ടായിട്ട് ഓപ്പൺ ഒന്നും അല്ല അത്. ഡീഫാൾട്ടായിട്ട് ക്ലോസ്ഡ് ആണ്. യേശുവിൻ്റെ ഇടപാടൊക്കെ അങ്ങനെ. നമ്മളത് ഭയങ്കരമായിട്ട് ബൈബിളിൽ കാണുന്ന ഓരോ പ്രോമിസും ഓരോ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ വരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മുടെ ആയി വരണേ. ആവശ്യബോധത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം അത് നമ്മുടെ സ്പിരിറ്റിൽ എന്തോ ഒരു കാര്യം ചെയ്തു തരും. ദൈവം സ്പിരിറ്റിലോട്ട് അങ്ങ് ഇട്ട് നമുക്ക് അറിയാൻ പറ്റും. സോ വെൻ വി പ്രേ, ഇങ്ങനെ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചു, ഗോഡ് യു ബി മൈ വേ. ഇറ്റ്സ് നോട്ട് ഒരു വചനത്തിൻ്റെ അല്ലെങ്കിൽ ഐ മീൻ ഒരു പർട്ടിക്കുലർ വേക്ക് വേണ്ടിയുള്ള മാത്രമുള്ള ഒരു സാധനമല്ല. ബി മൈ വേ. അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ പിന്നെ ദൈവം നോക്കിക്കോളും. അങ്ങനെ ദൈവം നോക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യം അപ്ലിക്കബിൾ ആണ്. ഗോഡ് വിൽ ടെൽ വാട്ട് ടു ഡു. Then it is your responsibility to assign Holy Spirit. ഓട്ടോമാറ്റിക്കലി ഒന്നും ഈ ക്രിസ്ത്യൻ സിസ്റ്റത്തിൽ നടക്കില്ല. നമ്മൾ എല്ലാ കാര്യത്തെക്കുറിച്ചും ബോധമുണ്ട്, നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് തന്നെ നടത്തണം.
ഓട്ടോമാറ്റിക്കലി നടക്കുന്ന പരിപാടി മൊത്തം സാത്താൻ്റെ പരിപാടിയാണ്. നെഗറ്റീവ് രീതിയിൽ. സാത്താന് കൂടുതലായിട്ട് ഇടിച്ചു കയറി ഓരോ കാര്യം ചെയ്യും. അത് വൺസ് ഐ എക്സ്പീരിയൻസ് ഇതൊക്കെ പ്രാർത്ഥനയിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. ശരിക്കും നമ്മുടെ സോൾ ഡിസയർ ചെയ്യണം. യെസ്, യേശു എൻ്റെ വഴിയായി തീരണേ. അല്ലെങ്കിൽ അത് ശരിയാവില്ല. യേശു എൻ്റെ ജീവനായി തീരണേ, സത്യമായി തീരണേ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി ചോദിക്കുമ്പോൾ ദൈവം അതങ്ങനെ ആക്കിത്തരും. പിന്നെ നമുക്കൊരു വലിയൊരു അത് വൺസ് അത് കിട്ടിയപ്പോൾ ഭയങ്കര ഒരു സമാധാനം, ഭയങ്കര ഒരു പീസ്, ഭയങ്കര ഒരു സംഭവം എനിക്ക് കിട്ടി. ബിക്കോസ് വഴി തെറ്റില്ല. യേശുവാണിപ്പോൾ വഴി. വഴി തെറ്റൂല. വഴിയിൽ സകല കാര്യം യേശു നോക്കും എന്നുള്ളൊരു സാധനം നമുക്ക് കിട്ടും. അത് അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ എടുക്കണം. അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഈ സ്പിരിച്വലി ശരിക്കും നമ്മൾ സെൻസിറ്റീവ് ആയിരിക്കണം. സ്പിരിച്വലി നമുക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്ന് ഉപവാസമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഇറ്റ് ഈസ് അവർ പേഴ്സണൽ ഡീപ്പ് ഇൻറ്റിമേറ്റ് റിക്വസ്റ്റ്. ഇപ്പോൾ നമുക്ക് ഇഫ് വി ആർ നോട്ട് ഹാവിങ് ദാറ്റ് സോർട്ട് ഓഫ് സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആത്മീകമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ഏറ്റവും സമൃദ്ധിയായിട്ട് തരാൻ തയ്യാറാണ്. ഈ ആത്മീയമായ കാര്യമാണ് നമ്മുടെ ഭൗതികതയെ നിശ്ചയിക്കുന്നത്. ഭൗതികമായ കാര്യമല്ല ആത്മീയതയെ നിശ്ചയിക്കുന്നത്. ആത്മീയ കാര്യമാണ് ഭൗതികമായ കാര്യങ്ങൾ. അതായത് നമുക്ക് സ്വർഗത്തിലുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് നൽകിയേക്കുന്ന. അപ്പോൾ നമ്മളത് അവയിൽ ചെയ്തെടുത്താൽ മതി. അവയിൽ ചെയ്യാൻ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് അറിയണം. എങ്ങനെയാ? വചനത്തിലൂടെ വെളിപ്പെട്ടാലേ മനസ്സിലാവുള്ളൂ. വചനം നമ്മൾ പഠിക്കണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു തരുന്ന കാര്യം എന്നെ പ്രകാശിപ്പിച്ച കാര്യമാണ്. എവരി ഡേ ദൈവം പല കാര്യങ്ങളും എന്നെ പ്രകാശിപ്പിക്കുന്നു. അത് എനിക്കറിയില്ലാത്ത പല കാര്യം. അത് നമുക്കത് വെളിപ്പെടുത്തി നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ളതാണ്. ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന വിധമൊക്കെ ഞാനീ പറഞ്ഞത്. ശരിക്കും നമ്മളത് ഉള്ളിലോട്ട് നമ്മളെ അത് വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത് അങ്ങനെ ആക്കി ഓരോ ദിവസവും ഓരോ കേൾക്കുന്ന ഓരോ വചനവും നമ്മുടെ ജീവിതത്തിൽ ആക്കി പോവുക. നമ്മൾ ആ വചനം നമ്മുടെ ലൈഫിൽ അതങ്ങനെ തന്നെ വേണം. അത് അങ്ങനെ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്ത് സ്പിരിച്വലി അറിയാൻ പറ്റണം. അപ്പം അങ്ങനെ സ്പിരിച്വലി അറിയാൻ പാകത്തിനുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ആത്മീയ നിലവാരവും നേടിയെടുക്കും. അപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. ആത്മാർത്ഥമായിട്ട് നമ്മളുടെ യേശുവിനെ നമ്മുടെ ലൈഫിലോട്ട് വിളിക്കുക, വഴിയായിട്ട് വിളിക്കുക.
ശരിയാണ്, ഷെപ്പേർഡാണ്. പക്ഷെ വഴി ആയിട്ട് വിളിക്കുമ്പോൾ അതിന് ഒത്തിരി ഒത്തിരി പവറുണ്ട്, ഒത്തിരി ആശയമുണ്ട്. യേശു ഇടയനാണ്. ഇടയൻ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ കാണിക്കുന്ന വഴിയിലൂടെ പോവാം. പക്ഷെ യേശു തന്നെ വഴിയാകുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോ ലോങ്ങർ, അതായത് ഇപ്പം ഞാൻ ഈ പഠിച്ച സിസ്റ്റത്തിനകത്ത് ഉള്ള ആഹ്, ആശയത്തിൻ്റെ ഒരു പ്രത്യേക ആംഗിളിൽ നോക്കുവാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ഹോളി സ്പിരിറ്റ് ഇന്റർവീൻ ചെയ്യണമെങ്കിൽ സോനുവിന്റെ സോൾ റിക്വസ്റ്റ് ചെയ്താൽ മാത്രമേ ഹോളി സ്പിരിറ്റ് ഇന്റർവീൻ ചെയ്യണം. അപ്പൊ ദൈവം അങ്ങനെ ആക്കി വെച്ചേക്കുന്നത്. അതായത് കൂടുതൽ കൂടുതൽ വചന സത്യങ്ങൾ അറിയണമെന്ന് നമുക്ക് ആഗ്രഹമുള്ള വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ മാത്രമേ അവർക്ക് ആഗ്രഹത്തിന്റെ തലം തുറന്നു കിട്ടുള്ളൂ. ഞാനൊരു കാര്യം പറയാണ്. സപ്പോസ് അതങ്ങനെയല്ല. ഈ ശലോമോന്റെ ഒരു വാക്യം അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ശലോമോന് ദൈവത്തിൽ നിന്ന് സഭാപ്രസംഗിലാന്ന് തോന്നുന്നു. ദൈവത്തിൽ നിന്ന് കൂടുതൽ കാര്യം അറിയാൻ വേണ്ടി മനസ്സ് വെച്ചായിരുന്നു. വാക്യം ഞാൻ എൻ്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി എല്ലാം മായയും വൃഥാ പ്രയത്നവും അത്രേ. സൂര്യന്റെ കീഴിൽ യാതൊരു ലാഭവും ഇല്ല എന്ന് കണ്ടു. ഞാൻ ജ്ഞാനവും ഭ്രാന്തും ഭോഷത്വവും നോക്കുവാൻ തിരിഞ്ഞു. രാജാവിന്റെ ശേഷം വരുന്ന മനുഷ്യൻ എന്തു ചെയ്യും? അതായത് ആഹ്, ഇത് ശലോമോന്റെ വെർഷൻ. ഇനി ദാനിയേലിന്റെ വെർഷൻ, ദാനിയേല് അങ്ങനെ അല്ല എഴുതിയേക്കണേ. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ദാനിയേല് മനസ്സ് വെച്ച് ദൈവത്തിന്റെ സന്നിധിയിലിരുന്നു. അപ്പോൾ ഈ 9-ാം വാക്യത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടെടുത്ത് വെണ്ണീറിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനയോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി, ആ ഒരു ഇൻട്രസ്റ്റ് ദാനിയേലിന്റെ ഉണ്ടായില്ലെങ്കിൽ, ദാനിയേൽ അത് ഇനിഷ്യേറ്റ് ചെയ്തില്ലെങ്കിൽ, അതിനുശേഷം പറയുന്ന കാര്യവും വിടുതലൊന്നും നടക്കൂല. അതിന് കാരണം എന്നാന്ന് പറഞ്ഞാല്, അതിന് കാരണം ഞാൻ പറയാം. ഞാൻ ഈ പറയുന്ന കാര്യം വളരെ ആഴമുള്ളതാണ്. ഞാൻ ഈ പറയുന്ന കാര്യം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് എന്നാ കാരണം ഞാൻ പറയാം. എന്തുകൊണ്ടാണ് നമ്മൾ അത് നിശ്ചയിക്കണേന്ന് പറയാൻ കാരണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-28 വാക്യം. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു.
നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതികളുടെ മേലും സകല ഭൂചര ജന്തുക്കളുടെ മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. ആരോട് വാഴാനാ കൽപ്പിച്ചേ? മനുഷ്യനോട് വാഴാൻ. ദൈവമല്ല അവിടെ വാഴാണ്. ഇറ്റ് ഈസ് അവർ നമ്മുടെ മണ്ഡലം, നമ്മുടെ കാര്യത്തെ വാഴേണ്ട ചുമതല നമുക്കാ. അപ്പൊ നമ്മൾ അതിന്റെ ഇനിഷ്യേഷൻ എടുത്തില്ലെങ്കിൽ നമുക്ക് വാഴാൻ പറ്റില്ല. നമ്മൾ ചില കാര്യത്തിൽ മുഖം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കാണിച്ചില്ലെങ്കിൽ നമ്മൾ അതിനൊരു വാഴാൻ വേണ്ടി ഇത് ദൈവം നമ്മളെ സഹായിക്കും. ഹോളി സ്പിരിറ്റ് ഈസ് ദെയർ ടു ഹെൽപ്പ് us ആൻഡ് ഡെഫിനറ്റ്ലി ജീസസ് ഷുഡ് ബി ദ വേ. ബിക്കോസ് ആ വേക്കകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ ആ വേ ആണെങ്കിൽ കൂടി ആ വേ ദൈവം തരുന്ന ആ വേയിൽ നമ്മൾ നടക്കുമ്പോൾ ദൈവത്തെ നമ്മൾ അതായത് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, നമ്മൾ യേശുവിനെ ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. നമ്മളത് വാഴണ്ടേ. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കണം, നമ്മളാണ് വാഴേണ്ടത്. പക്ഷേ നമ്മൾ യേശുവിനെ വിളിച്ചു വരുത്തി ആ കാര്യത്തിൽ നമ്മൾ ഇടയനാക്കുക ചെയ്യണം. അവിടെയാണ് അതിനകത്തൊരു ഇതിരിക്കുന്നത്, ബ്യൂട്ടി ഇരിക്കുന്നത്. ബൈ ഡീഫാൾട്ട് ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു ലീവ് അവർ ലൈഫ്. ഓക്കെ, ബട്ട് നമ്മൾ അങ്ങനെ സ്വന്തമായി, അത് എല്ലാ മനുഷ്യനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്, എല്ലാ മനുഷ്യനെ ഉദ്ദേശിച്ച് നമ്മൾ അങ്ങനെ ലീവ് ചെയ്തു കഴിഞ്ഞാൽ അത് നാശത്തിൽ അവസാനിക്കുമെന്ന് കണ്ടിട്ടാണ് രക്ഷകനെ വന്നത്. വി നീഡ് സേവിയർ, വി നീഡ് ഹെൽപ്പർ, വി നീഡ് ജീസസ്. അപ്പൊ നമ്മൾ നമ്മുടെ അതോറിറ്റിയിൽ നിന്നുകൊണ്ട് നമ്മൾ യേശുവിനെ വിളിച്ചു വരുത്തി നമ്മുടെ ജീവിതത്തിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമ്മുടെ അതോറിറ്റിയിലോട്ട് യേശു അനുവാദമില്ലാതെ പ്രവേശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലും പ്രവേശിക്കില്ല. അതേസമയം സാത്താൻ കള്ളനായതുകൊണ്ട് കള്ളന് ഈ പറഞ്ഞ മാതിരി മാന്യതയും നിയമമൊന്നും ഇല്ലാത്തതുകൊണ്ട് കള്ളൻ കയറാൻ നോക്കും. പക്ഷെ യേശു കള്ളനല്ലാത്തത് കൊണ്ട് അവൻ നമ്മുടെ വാദത്തിൽ മുട്ടുള്ളൂ, കാര്യം പഠിപ്പിക്കുകയുള്ളൂ. ഇറ്റ് ഇസ് അവർ റെസ്പോൺസിബിലിറ്റി ടു ഇൻവോൾവ് ആൻഡ് ഓൾസോ അവർ റെസ്പോൺസിബിലിറ്റി ടു കോൾ ഹിം ആസ് എ വേ. It is our responsibility to call him as the truth, the life, secure our life, make sure our way is correct by calling him as a way. അതായത് യേശു നമ്മുടെ കൂടെ ഒരു പ്രത്യേക അനുഭവം കേട്ടോ അത്. ഐ കനോട്ട് അത്, അതായത് when I pray that prayer, something happened. അതിനു മുമ്പ് വരെ every time I need to check with God about the way, but now it's not like that. God himself is leading in the way. When I pray, when I God, യേശു തന്നെ, ദൈവം തന്നെ ഇന്നത് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നൊരവസ്ഥ വരും. അല്ലെങ്കിൽ ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു ആസ്ക് ഗോഡ് വാട്ട് ടു ഡു. ബട്ട് വെൻ ഹീ ബിക്കം ദ വേ, വെൻ വി സിംപ്ലി സിറ്റ് ഇൻ ഹിസ് പ്രസൻസ്, God will tell us the way without even asking. When we devote ourselves in prayer, and God will tell. God is taking its lead. ഞാനീ പറയുന്ന കാര്യമൊക്കെ ആത്മാവിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പോ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഞാനീ പറയണേ. സോ ഇന്ന് തന്നെ മേക്ക് ഷുവർ ദാറ്റ് ജീസസ് സ്റ്റാർട്ട്, അല്ലെങ്കിൽ ജീസസ് became our way. It is not like Jesus showing the way, rather he should be the way. So for that we need to invite him as a way.
and also as life, also as truth. That is something else actually. Of course, He is the shepherd, but when we really call it as a way, I think it's a വ്യത്യാസമുണ്ട്. But even though when Jesus says something, always assign Holy Spirit to implement.